നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടുക്കൽ മഞ്ഞപ്പുഴ ദേവീക്ഷേത്ര അങ്കണത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് എൻ്റെ തൊട്ടരികിലായി ഈ കാണുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയൊരു വിഷയമുണ്ട്. ആ വിഷയം ഇവിടെ കെട്ടിയിരുന്ന കൊടി അഴിച്ചു മാറ്റി എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് ക്ഷേത്ര ഉപദേശക സമിതിയോ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയോ കെട്ടിയ കൊടിയല്ല അടിച്ചു മാറ്റപ്പെട്ടത്. വിശ്വാസികൾ പുറത്ത് കെട്ടിയിരുന്ന കൊടി പഞ്ചായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ചതയമംഗലം പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിശ്വാസികൾ കെട്ടിയിരുന്ന ഒരു കൊടിയാണ് അടിച്ചു മാറ്റപ്പെട്ടത്. ഒരു കൊടിയല്ല, വിശ്വാസികൾ കെട്ടിയിരുന്ന കൊടികളാണ് ക്ഷേത്രത്തിന് പുറത്തു നിന്നും അഴിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നത്. കാരണം ക്ഷേത്ര ഉപദേശക സമിതിയും ഭരണസമിതിയുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് വിശ്വാസികളുടെ കൊടിയാണ്. അത് ഒരു വിഷയങ്ങൾ സൃഷ്ടിക്കേണ്ട എന്ന് കരുതി അവരും കൂടി സഹകരിച്ചുകൊണ്ട് ആ കൊടി അഴിച്ചു മാറ്റി. അതാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് കത്ത് കൊടുക്കുകയുണ്ടായത്. അങ്ങനെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ള വസ്തുത കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വാർത്തകൾ പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്നും ഞങ്ങൾ തത്സമയം നിങ്ങളിലെത്തിക്കുന്നു. ഈ തത്സമയ സംരക്ഷണത്തിന് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ ഒരു അന്നദാന ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ആ അന്നദാന ചടങ്ങ് ഉൾപ്പെടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകണം. എങ്കിലേ ഞങ്ങൾക്ക് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങൾ കോട്ടുക്കൽ ദേവീക്ഷേത്രത്തിലെ അന്നദാനം തത്സമയം നിങ്ങൾ എത്തിക്കുന്നു. ഒപ്പം ക്ഷേത്ര ഉപദേശക സമിതിയുടെ കൂടി ഭരണസമിതിയുടെയും അതോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയുടെയും കൂടി കുറച്ച് അഭിപ്രായങ്ങൾ കൂടി ഇവിടെ ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. ആ അന്വേഷണം കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്നും വാർത്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ക്ഷേത്ര ഉപദേശക സമിതിയിലേക്ക് ഇന്നോട് സംഭവിച്ച കാര്യങ്ങൾ അവരോട് ആ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുക തന്നെ ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ടുപേരെ കാണേണ്ടതുണ്ട്. ഇതെല്ലാം കൊണ്ട് കാണി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട ക്ഷേത്ര ഉപദേശക സമിതി ആ കൊടികൾ നീക്കം ചെയ്യേണ്ടത്. എന്നാൽ ക്ഷേത്ര പരിസരത്ത് നിരവധി കൊടികൾ
ഇതൊന്ന് കുത്താൻ പറ്റുമോ? ഓക്കെ. പോയിട്ട് ചാർജ് ചെയ്താറ് ചെയ്ത് മൈക്ക് ഓണാ ആയിക്കോണോ? ഓണാക്കിയോ? നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട്. ആ അന്നദാന പന്തലിൽ ക്ഷേത്ര കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഓഫീസാണ്, ഉദ്ദേശ കമ്മിറ്റി ഓഫീസിൽ അതുകൂടി ഒന്ന് കാണിച്ച് ഒന്ന് ഞങ്ങൾ അവരുടെ അഭിപ്രായം കൂടി അന്വേഷിച്ചുകൊണ്ട് അന്നദാനത്തിലേക്ക് പോകും. ചോദ്യങ്ങളൊന്നുമില്ല, വളരെ സമാധാനപരമായ ഏറ്റവും മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്സവം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആരോഗ്യവും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ സമ്മർദ്ദം കൊടുത്ത് അവരിവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതും അങ്ങനെ വരുമ്പോഴത്തേന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അതൊക്കെയാണ് നിൽക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് ഉത്സവ കമ്മിറ്റിക്ക് പറയാനുള്ളത്. നിലവിൽ ഒരു സംഘർഷവും നമ്മുടെ ക്ഷേത്ര മൈതാനത്തുമില്ല. വളരെ ഭംഗിയായിട്ട് ഉത്സവം മുന്നോട്ട് പോവുകയാണ്. ചില വിവാദങ്ങളുണ്ടാക്കി ഉത്സവത്തിൻ്റെ സമാധാനത്തിനും താർക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോകില്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് കോട്ടുകൽ അമ്മയുടെ തിരുനാൾ ഉത്സവം നടക്കുകയാണ്. അന്നദാനം നടക്കുകയാണ്. അന്നദാനത്തിൽ 10,000 പേര് നമുക്ക് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ കുറേ പോലീസ് വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ശക്തിക്കും പറയുന്നത്. ഇവിടെ സമാധാനപരമായ അന്നദാനം വളരെ ഗംഭീരമായിട്ട് ഇവിടെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞില്ല, ഇവിടെ കൂടി വിശ്വാസികളുടെ കൂടിയാണ്. ക്ഷേത്ര ഉപദേശക സമിതിയോ ഉത്സവ കമ്മിറ്റിയോ ഇവിടെ പുറത്തെങ്ങും തന്നെ കൊടികൾ കെട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾ കെട്ടിയ കൊടിയാണ്. അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അടിച്ചു മാറ്റിയത്. അതിലിവിടെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല. ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സംഘർഷം നിലവിലില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അന്നദാന ചടങ്ങിലേക്ക് ഒറ്റക്കൽ മഞ്ഞപ്പുഴ ദേവീ ക്ഷേത്രത്തിലെ അന്നദാന ചടങ്ങിലേക്ക് എത്തി നിൽക്കുന്ന ഭക്തരുടെ ഒരു നീണ്ട ക്യൂവിലൂടെ കാണാം. അന്നദാനം ചടങ്ങുകളുടെ ഭംഗിയായി തന്നെ ആൾക്കാർ പങ്കെടുക്കുകയാണ്. എല്ലാ നിരവധി ഇരുസൈഡ് ഒരു വശം മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ മുന്നിൽ. മറുവശത്തും ധാരാളം ഭക്തർ അന്നദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നീണ്ട ഒരു കൂട്ടം ഒരു നിരവധി അനവധി ഏകദേശം കമ്മിറ്റി പറഞ്ഞു 5,000 പേർക്ക് പുറത്തുണ്ടാകും എന്നാണ്. തീർച്ചയായും ഇവിടെ തന്നെയാണ് എല്ലാം കമ്പ്യൂട്ടർ പറഞ്ഞിട്ട്
അന്നദാനം എത്ര മണിക്ക് ആരംഭിക്കും? 12 ആരംഭിക്കും. അന്നദാനത്തിന്റെ ഒരു വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒന്ന് കൊണ്ടുവച്ചു. അന്നദാനം ഇവിടെ നമ്മൾ കോട്ടുകമ്പലത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനത്തിൻ്റെ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ ഇവിടുത്തെ ഈ പോലീസ് അന്നദാനങ്ങളാണ് ഒരു വിഷമം ഉണ്ടാകുന്നത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇവിടെ നടക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ നമ്മൾ ഇതുപോലെ കാവ്യ തോരണങ്ങൾ കെട്ടുകയും ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുവിന്റെ കളർ എന്നുള്ള ഇതെല്ലാം കെട്ടുകയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ DYFIയുടെയും CPMന്റെ ആൾക്കാർക്ക് എന്തൊക്കെയോ വ്യക്തിവിരോധം കൊണ്ട് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളോട് സാക്ഷി TVക്ക് പറയാനുള്ളത്, നിലവിൽ ഇവിടെ സംഘർഷഭരിതമൊന്നുമല്ല, ഇവിടെ വളരെ സമാധാനപരമാണ്. കഴിഞ്ഞ വിശ്വാസികൾ കെട്ടിയിരുന്ന ക്ഷേത്ര ഉപദേശക സമിതിയോ അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയോ അല്ല കൊടികെട്ടിയത്, വിശ്വാസികളാണ് കൊടികെട്ടിയത്. അത് പഞ്ചായത്തിന്റെ അറിയിപ്പുണ്ടായി. അവർ വളരെ സമാധാനപരമായാണ് അവിടെ കൊടി മാറ്റിയിരിക്കുന്നത്. നല്ല ഒരു ഉത്സവ കമ്മിറ്റിയും ഭരണസമിതിയുമാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ സമാധാനപരമാണ്. ഏകദേശം ഇപ്പോൾ ഒരു 1000-ൽ പുറം ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തത്സമയം കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അന്നദാനത്തിൽ പങ്കെടുക്കുക, ദേവിയുടെ തിരുനാൾ ഉത്സവം ഒരു വിജയമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെ യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൾ ഇവിടെ ന്യൂസ് ചാനലിലും അതുപോലെ പോലീസും പറഞ്ഞ് ഇവിടെ ഭയങ്കര വിഷയം നടക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും ഇല്ല. നിങ്ങളിവിടെ വന്നിട്ട് കണ്ടില്ല? ഞങ്ങൾ കണ്ടതേ പറയാൻ കഴിയും. ഞങ്ങൾ പല വിഷയം ഉണ്ടെങ്കിൽ ഇത്ര ജനങ്ങളുടെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വിഷയങ്ങളുമില്ല. അതെ അതെ, നല്ല നീണ്ട ഒരു ക്യൂ തന്നെയാണ്. നമ്മൾ തുടങ്ങിയിട്ടില്ല അല്ലേ? ചില ആളുകളുടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. പോലീസും അത് വലിയ സംഘർഷപരിതോഷം ഒരുപാട് പോലീസൊന്നും ഇവിടെ കൂടിയിട്ടില്ല. അത്യാവശ്യം ഒരു ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോലീസ് ക്യാമ്പ് ചെയ്യാറുണ്ട്. പോലീസ് അധികം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ 3 CIമാരോട് ഉണ്ടായിരുന്നു, അവരുടെ SIമാരുണ്ടായിരുന്നു, അതിനുള്ള പോലീസ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള, ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട്. അപ്പൊ ഇന്ന് അന്നദാനത്തിൽ എന്തൊക്കെയാണ് ഊണിന് കൂടി ചേർത്ത് കറികളൊക്കെ എന്തൊക്കെയാണ്? അന്നദാനത്തിന് തോരനുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, അതേപോലെ പച്ചടിയുണ്ട്, പായസമുണ്ട്, അച്ചാറുണ്ട്. വിഭവസമൃദ്ധമായ സമൃദ്ധമായാണ്. തീർച്ചയായും സാക്ഷി TVയും അന്നദാനത്തിൽ പങ്കെടുത്തിട്ടേ പോകും. തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളും പറയുന്നത്. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഉത്സവം ഗംഭീരമാകട്ടെ. തീർച്ചയായും ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ചെയ്യാൻ ഞങ്ങളില്ല, പക്ഷത്ത് നിന്നും പക്ഷത്ത് ചേർന്ന് വാർത്ത ചെയ്യാൻ ഞങ്ങളില്ല. ഞങ്ങളിവിടെ കാണുന്നത് വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ്. നല്ല ചുറുചുറുക്കുള്ള ഉത്സവങ്ങൾ, നല്ല ചുറുചുറുക്കുള്ള ഒരു നേതൃത്വമാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കൊടി അഴിച്ചു മാറ്റി എന്ന് പറയുന്ന സാധ്യത കാര്യം ഇതാണ്. വെളിയിലുണ്ടായിരുന്ന, അതായത് പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൊടികൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമ സംവിധാനത്തിൽ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് കത്ത് കൊടുത്തത്. അത് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഴിച്ചു മാറ്റുന്നത് ജീവനത്തിൽ. തീർച്ചയായിട്ടും കെട്ടിയിരുന്ന കെട്ടിയിരുന്ന കൊടികളാണ് അടിച്ചു മാറ്റിയത്. സംഘർഷഭരിതം ആയ ഒരു നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇനിയും അതുണ്ടാകാതിരിക്കട്ടെ. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരു നാടിൻ്റെ തേജസ്സിനെ വിളിച്ചുണർത്തുന്ന, അല്ലെങ്കിൽ ആ നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് സമാധാനപരമായും സന്തോഷകരമായും നടക്കണം. എല്ലാ മതവിഭാഗങ്ങളിലും ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സംഗമ ഉത്സവങ്ങൾ, അതുപോലെ മറ്റെല്ലാ ഉത്സവങ്ങളും അതുകൊണ്ട് എല്ലാവരും കുറഞ്ഞ സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 1000-ൽ പുറത്ത് പറ്റ ഇപ്പോൾ നിലവിൽ ഏകദേശം 12 മണിക്ക് കിലോമീറ്ററിലാണ്. ഇവിടെ പാത്രങ്ങളെല്ലാം സജ്ജമായി, അത് വിളമ്പിക്കൊടുക്കാനുള്ളവരും സജ്ജമായി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അന്നദാനം ഗംഭീരമായി ഇനിയും ഏകദേശം
3 വർഷമായിട്ട് അന്നദാനം നടക്കുന്നുണ്ട്. വിവർഷമൃദ്ധമായ അന്നദാനമാണ്. ആ അന്നദാന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ തത്സമയം വയ്യാത്തൊരു വല്ല പരിഗണന കോട്ടുക്കൽ മഞ്ഞപ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം, നിങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് തുണ അല്ലെങ്കിൽ പിന്തുണ തന്നുകൊണ്ട് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും വിമർശനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർത്തകൾ കൃത്യമായി അറിയിക്കണം. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി തന്നെ സർവൈശ്വര്യപ്രദായകമായ വളരെ വിനയപൂർവ്വം ബോധപൂർവ്വം ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുനാൾ മഹോത്സവത്തിന്റെ അതനുസരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് 6ാം ദിവസമായുള്ള അറിയിക്കട്ടെ. ഇപ്പം നമ്മൾ ചിത്രസന്നിധി ഉടൻ തന്നെ അന്നദാനം ആരംഭിക്കുന്നതാണ്. ഈ അന്നദാനത്തിൽ പങ്കാളികളാകുവാൻ ഇന്നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളെ ക്ഷേത്രാങ്കണത്തിലേക്ക് ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തിരുവുത്സവത്തിന്റെ 6ാം ദിവസമായ ഇന്നത്തെ അന്നദാനം ക്ഷേത്രസന്നിധിയിലേക്ക് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ തുളസീധരൻ കാവടിയുടെ അവിടെ ലൈറ്റ് കിട്ടുന്നു. ഇല്ലല്ല ചേച്ചിട്ട് ആറാം ദിവസമായ കൃത്യം 12:30 തന്നെ അന്നദാനമാണ്. ഈ അന്നദാനത്തിൽ പങ്കാളികളാകുവാൻ ഇന്നാട്ടിലെ മുഴുവൻ നാട്ടുകാരെ ക്ഷേത്രാങ്കണത്തിലേക്ക് ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുന്നു.
ഇവിടെ അല്ലേ അല്ലേ നമുക്ക് നേരത്തെയുള്ള ഒരു ഷോട്ട് ഹലോ ഇവിടെ പ്രശ്നമുണ്ടോ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെ ഉണ്ടാക്കി ഒരു പാർട്ടി ഒന്നല്ല വിഷയമൊന്നുമില്ല മൈക്ക് കണക്ട് ചെയ്തു മൈക്ക് കൊണ്ട് കാശ്മീരുടെ അമ്പലത്തിലോട്ട് ക്യാമറ പ്രശാന്ത് അപ്പുറത്തേക്ക് പറ്റില്ല ഇവിടെ പാടാ ബാക്കിലോട്ട് സിനിമയിലെടുക്കണോ പാവനാണോ സിനിമയിലെടുക്കട്ടോ സാമ്പാർ കൊച്ചിവിടെ റെഡി ആയിട്ടിരിക്കാം തിരിഞ്ഞു പിടിക്കാതെ നമ്മൾ അതിന് സമയമുണ്ടല്ലോ അതെ സാമ്പാറിന്റെ അടുത്ത് വെച്ചിട്ട് തന്നെ തുടങ്ങിക്കും തവി എല്ലാത്തിനുണ്ടല്ലോ അത് തവി ഉണ്ടോ മോനെ അതിന് തവി എന്തി അതിന് തവി എന്തി തവി ഉണ്ടോ സാമ്പാറിന്റെ തവി മഴ പൊടിയുന്നോ എല്ലാം വന്നോ ഏകദേശം മഴ ഉണ്ട് കടന്നു വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾക്കും പുറമെ തിരുവനന്തപുരം
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, Hello, how are you? I am fine. Lisa, എപ്പോഴും മഴ പെയ്യാൻ മഴ തുടങ്ങി. അതിൻ്റെ കാലം നിൽക്കുന്നു. നല്ല തിരക്കുണ്ട്. അന്നദാനത്തിന് നല്ല തിരക്കുണ്ട്. പേർക്ക് പുറത്ത് രണ്ട് രീതിയിലുമായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ അന്നദാനം ഗംഭീരമായിട്ട് ഭംഗിയായിട്ടും അത് വൃത്തിയാണ്. പക്ഷേ പ്രതികൂലമായ സാഹചര്യം മഴ ഇപ്പോഴും ചെയ്യാൻ താമസമായി. അതുകൊണ്ട് തന്നെ തൽക്കാലം തത്സമയം ഗുണമാക്കുന്നു. എപ്പോഴും എന്നും പക്ഷമില്ലാത്തവരുടെ സാക്ഷി എന്നുണ്ടാകും. കുട്ടികൾ മഞ്ഞപ്പുഴ ക്ഷേത്ര സമിതി വീടുകൊണ്ട് സാക്ഷി ടി വിക്ക് വേണ്ടി രാജ്മോഹനും